ശബരി റെയിൽ യാഥാർത്ഥ്യമായാൽ അതിന്റെ വലിയ പ്രയോജനം ലഭിക്കുന്നത് അയ്യപ്പ ഭക്തർക്കാണ്. സമയലാഭവും സാമ്പത്തിക ലാഭവും തീർത്ഥാടകർക്ക് ഉണ്ടാകും. ശബരി റെയിൽവേക്ക് വേണ്ടി കേരളം ഒറ്റക്കെട്ടായിട്ടാണ് പാർലമെന്റിൽ പോരാടിയത്. എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളിലും ശബരി റെയിൽവേ ലൈവായി നിലനിർത്താൻ കേരളത്തിലെ എംപിമാരുടെ കൂട്ടായ പരിശ്രമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശബരി റെയിൽവേ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഈ വാർത്ത കേരളത്തിന് ഏറെ സന്തോഷം പകരുന്നതാണ്. സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ കേരളം ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും. റെയിൽവേ മന്ത്രിക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തീർത്ഥാടനം വേഗമേറിയതും ചെലവ് കുറഞ്ഞതുമായി മാറും. നിലവിൽ ട്രെയിൻ മാർഗം എത്തുന്ന തീർത്ഥാടകർ ചെങ്ങന്നൂരിലോ തിരുവല്ലയിലോ ആണ് ഇറങ്ങുക. പിന്നീടുള്ള ദൂരം റോഡ് മാർഗം സഞ്ചരിക്കണം. ചെങ്ങന്നൂരിൽ നിന്നും പമ്പയ്ക്ക് 89 കിലോമീറ്ററും തിരുവല്ലയിൽ നിന്നുള്ള ദൂരം 94 കിലോമീറ്ററുമാണ്. ഏറ്റവും ചുരുങ്ങിയ സമയം 3.5 മണിക്കൂർ വേണ്ടിവരും. അങ്കമാലി എരുമേലി പാത യാഥാർത്ഥ്യമാവുന്നതോടുകൂടി റോഡ് മാർഗമുള്ള സഞ്ചാരം 51 കിലോമീറ്ററായി കുറയും. ഏറ്റവും ചുരുങ്ങിയ സമയം വേണ്ടിവരുന്നത് 1.5 മണിക്കൂർ മാത്രവും.